അളിയാ ഇന്നലെ വന്നപ്പോൾ കുറച്ച് ലേറ്റായി പോടാ. അതാ പിന്നെ വീട്ടിൽ വന്നിട്ട് വിളിക്കാൻ പറ്റാഞ്ഞ്. അതൊന്നും കുഴപ്പമില്ലടാ. നീ എന്നാ വന്നിട്ട് സാധനം ഒന്നും പൊട്ടിക്കാതെ ഇങ്ങ് വന്നല്ലോ. എവിടെയാ ഡിക്കിക്കകത്താണോ വെച്ചേക്കുന്നത്? നമുക്കൊരുന്ന് പിടിപ്പിച്ചാലോ? എടാ നമുക്ക് ഒരെണ്ണം വരെ പോവാം. ഓ, ട്രാവൽ ചെയ്തിരിക്കാനുള്ള പരിപാടിയാണ്. മൂന്നാറായിരിക്കും. മൂന്നാറൊന്നുമില്ല. എന്നാ ബോഡിമെട്ട്. ചേ അല്ലല്ല. വിട്ട് സ്കൂളിലൊക്കെ ഇരുന്നാലും കള്ളു കുടിക്കൂ. ചിലപ്പോൾ ഗൾഫിലൊക്കെ എങ്ങനെയായിരിക്കും. എടാ അളിയാ, ഡാ. ഒരു നാളിലിനിയും ചിരിതൂകിയണയും മിഴിയോർത്ത കനവോ മൗനങ്ങളായി ഒരു വരി മൂളും പാട്ടിൽ കാതോർക്കുവാൻ മനം നീറുമീയോർമകൾ. എന്ത് മാറ്റമല്ലടാ നമ്മുടെ സ്കൂളിന്. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ വരാന്ത വെച്ചാ ഞാൻ ആരതിയെ പ്രപ്പോസ് ചെയ്യുന്നത്. നീ ഓർക്കുന്നുണ്ടോ? ഇല്ല. എന്നിട്ട് അവൾ എന്ത് പറഞ്ഞു? നോ പറഞ്ഞു. ഞാനായി 15 വർഷം കഴിഞ്ഞു ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട്. എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുക. അത് ശരിയാ. എന്നാ ഒരു പണി തരോ, നമുക്കൊന്ന് അടിച്ചാലോ? എനിക്ക് അടിയുടെ കാര്യം മാത്രമേ പറയാനുള്ളൂ. ഷെടാ, ഞാൻ പാല് മേടിക്കാൻ പോകണമെന്നും പണി കഴിഞ്ഞ് പോകുന്നതല്ല ഈ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ കൂടെയാ. എനിക്ക് എല്ലാ ദിവസവും കാണുന്നതല്ലേ. പിന്നെ ഓട് മാറ്റി കോൺക്രീറ്റ് ആയി, അത്ര തന്നെ. നൊസ്റ്റാൾജിയ ആടാ, നൊസ്റ്റാൾജിയ. പഠിച്ച സ്കൂള്, ടീച്ചേഴ്സ്, സ്കൂൾ ബസ്. ഇതാ അവിടെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ടായിരുന്നു. വാട്ടർ ടാങ്കൊക്കെ പോയി പൈപ്പായല്ലേ അളിയ. പാത്രം കഴുകാൻ ചേട്ടന്മാരോട് എത്ര അടി ഉണ്ടാക്കിയിട്ടുണ്ടോ നമ്മള്. വെള്ളഷട്ടിൽ എത്ര മഷി എറിഞ്ഞ് കളിച്ചിട്ടുണ്ടോ അളിയ നമ്മള്. കയ്യിലിരുന്ന ജവാൻ കളഞ്ഞിട്ട് കാലിൻ്റെ ഇടയിൽ ഇരുന്ന ജേടെടുക്കാൻ പറഞ്ഞ് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. എടാ ഇതെവിടെയാ നമ്മുടെ മൂത്രപ്പര, നീ ഓർക്കുന്നുണ്ടോ? മൂത്രപ്പുരയുടെ ഒരു സ്മെല്ലളിയാ. അയ്യേ, മൂത്രത്തിന് നൊസ്റ്റാൾജിയ. ഹലോ, അളിയാടാ നിങ്ങൾ ഷെയർ ഇട്ടോടാ. ഇല്ല എടാ, എന്നാ നീ ബൈക്ക് വിട്ടാ സ്കൂളിൻ്റെ അടുത്ത് വരെ ഒന്ന് വരുമോ? അതൊക്കെ ഉണ്ട്, ഞാൻ പറയാം. അതൊരു നൊസ്റ്റാൾജിയ കഥയാണ്. ഓർമ്മകൾ പതിയേ